ഓം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ത്രയോദശോധ്യായഃ. ഭാഗവതം ദശമസ്കന്ധത്തിൽ 13-ാം അധ്യായത്തിൽ വത്സസ്തേയം എന്ന ഒരു അത്ഭുത ലീലയാണ് നാം കാണാൻ പോകുന്നത്. അതില് ഇന്നത്തെ ഭാഗം ഇതാണ്. ഭഗവാൻ ഒരു ദിവസം ഗോപന്മാരോടും പശുക്കുട്ടികളോടും കൂടി യമുനാ തീരത്തെത്തുന്നു. പശുക്കുട്ടികളെ മേയാൻ വിട്ടു. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായി അവർ ഇരിക്കുന്നു. ആ സമയം പശുക്കുട്ടികൾ എന്ത് ചെയ്യുന്നു? പുല്ല് മേഞ്ഞ് ദൂരെ ഉൾവനത്തിലേക്ക് പോയി. അപ്പോൾ ഇവർ ഭക്ഷണം കഴിക്കാനിരുന്നു. ഭഗവാൻ ചോറുരുള കയ്യിലെടുത്തു. ആ സമയമാണ് പശുക്കളെ കാണാതായത്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു? പശുക്കുട്ടികളെ അന്വേഷിച്ചു പോകുന്നു. ഇതെല്ലാം ഭഗവാന്റെ ഈ ഭക്ഷണ രീതി എല്ലാം ദേവന്മാർ അവിടെ മുകളിൽ നിന്ന് കാണുകയാണ്. അപ്പൊ ബ്രഹ്മാവിന് ഭഗവാന്റെ മാഹാത്മ്യം അറിയാതെ മായയിൽപ്പെട്ടുഴന്ന് ഭഗവാനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഭഗവാൻ എണീറ്റ് പോയപ്പോൾ ആ പശുക്കുട്ടികളെയും അതുപോലെ ഗോപന്മാരെയും തന്റെ മായ കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. എന്നിട്ട് ബ്രഹ്മാവ് അവിടെ നിന്ന് അന്തർധാനം ചെയ്യുന്നു. ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത്. ശ്ലോകം 1. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുവാച സാധുപൃഷ്ടം മഹാഭാഗ ത്വയാ ഭാഗവതോത്തമാ യൻ നൂതനയസി ഈശസ്യ ശൃണ്വന്നപി കഥാമുഹു. സാധു പൃഷ്ടം മഹാഭാഗ ത്വയാ ഭാഗവതോത്തമ യത് നൂതനയസി ഈശസ്യ ശൃണ്വൻ അപി കഥാമുഹു. മഹാഭാഗ, ശ്രീശുവൻ പരീക്ഷത്തിനെ വിളിക്കുകയാണ് മഹാഭാഗ. അല്ലയോ ഭാഗ്യമുള്ളവനെ, ഭാഗവതോത്തമ, ഭഗവത് ഭക്തന്മാരിൽ വെച്ച് ശ്രേഷ്ഠ, ത്വയാ അങ്ങയാൽ സാധുപൃഷ്ടം നന്നായി ചോദിക്കപ്പെട്ടു. അതായത് ഭഗവാന്റെ കഥകൾ വീണ്ടും വീണ്ടും അറിയണം. ഭഗവാന്റെ അവതാര കഥകള് വീണ്ടും വീണ്ടും എനിക്ക് കുറെ കൂടെ വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീശുവൻ പറയാണ്, അങ്ങയുടെ ചോദ്യം നല്ലത് തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഈശസ്യ, ഈശ്വരന്റെ കഥയെ അല്ലെങ്കിൽ ചരിതത്തെ, മുഹു പല പ്രാവശ്യവും ശൃണ്വൻ അഭി കേട്ടാലും, നൂതനയസി പുതിയതെന്ന പോലെ തോന്നും. എപ്പോഴും കേട്ടാലും അത് പുതിയത്. നാം എത്രയോ പ്രാവശ്യം സപ്താഹവും അതും കേട്ടു. പക്ഷേ വീണ്ടും വീണ്ടും നമുക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കണമെന്ന് തോന്നും. കാരണം എന്താണ്? സാധുക്കൾ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ആഗ്രഹമുള്ളവരാണ്. ഭഗവത് ഭക്തിയുള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ കഥകൾ വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തവർക്ക് ആഗ്രഹം ഉണ്ടാവുകയില്ല. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. സാധുപൃഷ്ടം മഹാഭാഗ ത്വയാ ഭാഗവതോത്തമാ യത് നൂതനയസീശസ്യ ശൃണ്വന്നപി കഥാമുഹു. ശ്ലോകം 2. സദാമയം സാരഭൃതാം നിസർഗോ യദർത്ഥവാണി ശ്രുതിചേതസാമവി പ്രദീക്ഷണം നവ്യവതച്യുതസ്യ യത് സ്ത്രീയാവിടാനാം ഇവ സാധുവർത്ത. പദച്ഛേദം. സതാം അയം സാരഭൃതാം നിസർഗഃ യത് അർത്ഥവാണി ശ്രുതി ചേതസാം അപി പ്രദീക്ഷണം നവ്യവത് അച്യുതസ്യ യത് സ്ത്രീയാ വിടാനാം ഇവ സാധു അർത്ഥ. അപ്പോൾ യത് അർത്ഥവാണി ശ്രുതചേതസാം അപി, യാതൊന്നിനെ, അതായത് ഭഗവാന്റെ ആ ചരിതത്തെ പ്രയോജനമാക്കി കരുതിയിരിക്കുന്ന ആ ഭഗവാന്റെ ആ ചരിതങ്ങൾ കേട്ടാൽ നമുക്ക് പ്രയോജനമുണ്ട് എന്നുള്ള വാക്കോടും വാണി ശ്രുതി ചെവികളോടും ചേതസാം മനസ്സോടുകൂടിയിരിക്കുന്നവരും
സാരഭൃതാം സതാം, സാരത്തെ സ്വീകരിക്കുന്നവരുമായ സജ്ജനങ്ങൾക്ക്. ഇപ്പൊ ഭഗവാന്റെ കഥാസാരത്തെ സ്വീകരിക്കുന്ന സജ്ജനങ്ങൾക്ക് അയം, ഇത് നിസർഗ, സ്വഭാവസിദ്ധമാകുന്നു. ആ ഭഗവത് കഥ വീണ്ടും വീണ്ടും കേൾക്കണമെന്നുള്ളത് ഓരോരുത്തരുടെ സ്വഭാവമാണ്. സജ്ജനങ്ങൾക്ക് മാത്രമേ വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് ആഗ്രഹമുള്ളൂ. ഭക്തിയില്ലാത്തവർക്ക് ഇത് കേൾക്കണമെന്ന് ആഗ്രഹമേ ഉണ്ടാവുകയില്ല. യാതൊന്ന് ഹേതുവായിട്ട് അച്യുതസ്യ, അച്യുതൻ, ച്യുതിയില്ലാത്തവൻ, നാശം ഇല്ലാതെ ഇരിക്കുന്ന ആ ഭഗവാന്റെ സാധുവർത്താം സത്കഥ വിടാനാം. സത്കഥ എന്ന് പറയുന്നത് കാമുകന്മാർക്ക് സ്ത്രീയാമിവ, സ്ത്രീകളുടെ കഥ പോലെ. അതായത് കാമുകന്മാർ ഒന്നിച്ചൊരിടത്ത് കൂടിയാൽ അവർക്ക് എന്തോന്നേ പറയാനുള്ളൂ? ഭാര്യമാരുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ കഥകൾ മാത്രമേ അവർക്ക് പറയാനുള്ളൂ. അവർക്ക് വേറെ ഒന്നും പറയാനില്ല. എന്നാൽ സജ്ജനങ്ങൾ കൂടുന്നിടത്ത് എന്തു പറയും? ഭഗവാന്റെ കഥകൾ പറയും. ആ വീട്ടിലെ അടുക്കളക്കാരി ആളാണെങ്കിലോ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? അടുക്കളക്കാര്യം പറയും, അല്ലെങ്കിൽ മറ്റുള്ളവരെ ദൂഷ്യം പറയും. പക്ഷെ സജ്ജനങ്ങളായ സ്ത്രീകളും പുരുഷന്മാരും എന്തേ പറയുള്ളൂ? ഭഗവാന്റെ കഥകൾ മാത്രമേ പറയുകയുള്ളൂ. പ്രദക്ഷിണം, അത് ക്ഷണം തോറും നവ്യവത്, പുതിയതെന്ന പോലെ ആചരിക്കപ്പെടുന്നു. ഭഗവാന്റെ കഥകൾ കേട്ടാൽ വീണ്ടും 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 കേട്ടാൽ, എപ്പോഴും കേട്ടാലും അത് പുതിയതുപോലെ ഇരിക്കും. മുകുന്ദമാലയില് പറയും, ജിഹ്വേ കീർത്തയ കേശവം മുരരിവോ ചേതോ ഭജ ശ്രീധരം പാണിദ്വന്ദ്വം സമർച്ചയാച്യുത കഥ ശ്രോത്രദ്വയം ത്വം ശൃണു, ശ്രോത്രദ്വയത്വം ശൃണു കൃഷ്ണം ലോചനദ്വയ ഹരേർ ഗച്ഛാഘ്രിയുഗ്മാലയം ജിഘ്രഘ്രാണ മുകുന്ദപാദ തുളസി മൂർധൻ നമോധോക്ഷജം. അവിടെ പറയുന്നത്, നാവേ നീ കേശവനെ കീർത്തിച്ചാലും, മനസ്സേ നീ മുരരിപുവിനെ ഭജിച്ചാലും, കൈകൾ വിഷ്ണുവിനെ പൂജിച്ചാലും, ചെവികളോ അച്യുതന്റെ കഥ കേട്ടാലും, കണ്ണുകളെ കൃഷ്ണനെ നോക്കിയാലും, ആ മൂക്കാണെങ്കിലോ ആ കൃഷ്ണന്റെ പാദ തുളസി ഘ്രാണിച്ചാലും, പാദങ്ങളെ വിഷ്ണുവിന്റെ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ പോയാലും. അപ്പൊ അങ്ങനെ സജ്ജനങ്ങൾ കൂടുന്നിടത്തെല്ലാം ഭഗവാന്റെ കഥകൾ മാത്രമായിരിക്കും പറയുന്നത്. സദാമയാം സാരഭൃതാം നിസർഗോ യഥർത്ഥവാണി ശ്രുതിചേതസാമഭി പ്രദക്ഷിണം നവ്യവത് അച്യുതസ്യ സ്ത്രീയാ വിടാനാമിവ സാധുവർത്താം. ശ്ലോകം 3. ശൃണുഷ്വാവഹിതോ രാജൻ അഭിഗുഹ്യം വദാമി തേ ബ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമച്യുതഃ. ശൃണുഷ്വ അവഹിതഃ രാജൻ അപി ഗുഹ്യം വദാമി തേ ബ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവഃ ഗുഹ്യം അപി ഉദ. രാജൻ, അല്ലയോ രാജാവേ, ശൃണുഷ്വ അവഹിത, ശ്രദ്ധയുള്ളവനായിട്ട് ശൃണുഷ്വ, കേട്ടുകൊള്ളുക. ഞാൻ പറയാം, നീ ശ്രദ്ധയുള്ളവനായിട്ട് കേട്ടുകൊള്ളുക. കാരണം എന്താണ്? ഗുഹ്യമപി, ഇത് അതീവ രഹസ്യമാണെന്നിരിക്കലും തേ, നിനക്കായിക്കൊണ്ട് വദാമി, ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുകയില്ല. ഇത് അതീവ രഹസ്യമാണ്. അത് ശ്രദ്ധയുള്ള നിനക്ക് ഞാൻ പറഞ്ഞു തരാം. സ്നിഗ്ധസ്യ ശിഷ്യസ്യ, സ്നേഹമുള്ള ശിഷ്യന് ഗുരവഹ, ഗുരുക്കൾ ഗുഹ്യമഭി, രഹസ്യകാര്യമായിരുന്നാലും ബ്രൂയു ഉദാഹ, പറയും, നിശ്ചയമാണ്. അപ്പോ ഇഷ്ടമുള്ള ശിഷ്യനോട് മാത്രമേ, അല്ലെങ്കിൽ അതീവ ശ്രദ്ധാലുവായ ശിഷ്യന് മാത്രമേ ഗുരു രഹസ്യമുള്ളത് ഉപദേശിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പൊ നീ ശ്രദ്ധാലുവാണ്, കഥ കേൾക്കാൻ, ഭഗവാന്റെ കഥ കേൾക്കാൻ താല്പര്യമുള്ളവനാണ്. അതുകൊണ്ട് ഈ രഹസ്യമായ കാര്യം നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ശൃണുഷ്വാവഹിതോ രാജൻ അഭിഗുഹ്യം വദാമി തേ ബ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യം അപ്യുദാം. ശ്ലോകം 4. തഥാഗവദനാത് മൃത്യോ
രക്ഷിത്വാ വത്സപാലകാൻ സരിത്പുളിന ആനീയ ഭഗവാനിദം അബ്രവീത് തഥാ അഘവദനാത് മൃത്യോഹോ രക്ഷിത്വാ വത്സപാലകാൻ സരിത് പുളിനം ആനീയ ഭഗവാൻ ഇദം അബ്രവീത് അഥ അപ്രകാരം അഘാസുരന്റെ മുഖമാകുന്ന മൃത്യോഹോ അന്തകനിൽ നിന്ന് വത്സപാലാൻ പശുക്കുട്ടികളെയും പാലകാൻ പശുക്കുട്ടികളെയും അതുപോലെ ഗോപപാലകന്മാരെയും രക്ഷിച്ചിട്ട് സരിത് പുളിനം നദിയുടെ മണൽത്തട്ടിൽ ആനീയ കൊണ്ടുവന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ ഇതിനെ അബ്രവീത് പറഞ്ഞു. അപ്പൊ അഘാസുരവധമാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ അഘാസുരന്റെ വായിൽ പശുക്കുട്ടികളും കുട്ടികളും എല്ലാം കയറി ഭഗവാൻ അവരെ അതിൽ നിന്നും രക്ഷിച്ച് അവരെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? അവരെ എല്ലാം ഒരുമിച്ച് ചേർത്ത് യമുനാ തീരത്തുള്ള ഒരു മണൽത്തട്ടിൽ കൊണ്ടുവന്നാക്കിയ ശേഷം അവരോട് ഭഗവാൻ ഇപ്രകാരം പറയുകയാണ്. അഹോതിരമ്യം പുളിനം വയസ്യ സ്വകേളി സമ്പൻ മൃദുലാച്ഛവാലുകം സ്ഫുടത്സരോഗന്ധ ഹൃദാളി പത്രിക ധ്വനി പ്രതിധ്വാനലസദ്രുമാകുലം. അഹോ അതിരമ്യം പുളിനം വയസ്യാഹ സ്വകേളി സമ്പൻ മൃദുല അച്ഛവാലുകം സ്ഫുടത് സരോഗന്ധ ഹൃദാ അളി പത്രിക ധ്വനി പ്രതിധ്വാന ലസദ്രുമാകുലം. വയസ്യാഹ അല്ലയോ കൂട്ടുകാരെ, പുളിനം മണൽത്തിട്ട അതിരമ്യം മനോഹരമായും സ്വകേളി സമ്പൻ മൃദുല അച്ഛവാലുകം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന സമ്പത്തോടും മൃദുലമായും നിർമ്മലമായിരിക്കുന്ന മണൽത്തരിയോട് കൂടിയതും സ്ഫുട സരോ ഗന്ധഹൃദാളി ഹൃദാളി പത്രികധ്വനി പ്രതിധ്വാന ലസദ്രുമാകുലം. സ്ഫുടത് സരോ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കളുടെ ഗന്ധ വാസനയാൽ ഹൃദാ ആകർഷിക്കപ്പെടുന്ന അളി വണ്ടുകളുടെയും പത്രിക പക്ഷികളുടെയും ധ്വനി പ്രതിധ്വാന ലസദ്രുമാകുലം ജലത്തിലുള്ള ശബ്ദങ്ങളാലും പ്രതിശബ്ദങ്ങളാലും പൂത്തു നിൽക്കുന്ന മരങ്ങളാലും തിങ്ങി ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ മുഴുവൻ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇപ്പോൾ ധാരാളം താമരപ്പൂക്കളുണ്ട്, അതിനു ചുറ്റും വണ്ടുകൾ വിലസുന്നു, പക്ഷികളുടെ ശബ്ദം, പക്ഷികളുടെ അതുപോലെ ജലത്തിന്റെ ശബ്ദം, പ്രതിധ്വനിക്കുന്ന ശബ്ദം, പൂത്തുലഞ്ഞിരിക്കുന്ന മരങ്ങൾ, ഇതെല്ലാം ആശ്ചര്യം തന്നെയാണ്. അപ്പോൾ ഈ സ്ഥലം നമുക്ക് ഊണ് കഴിക്കാൻ നല്ലതാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഭഗവാൻ പറയുകയാണ്. ഇത് നല്ല സ്ഥലം തന്നെയാണ് സ്നേഹിതന്മാരെ, ഇത് നല്ല രമണീയമായ സ്ഥലമാണ്, നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ ഊണ് കഴിക്കാം എന്ന് പറയുകയാണ്. അഹോതിരമ്യം പുളിനം വയസ്യ സ്വകേളി സമ്പൻ മൃദുലാച്ഛവാലുകം സ്ഫുടത്സരോഗന്ധഹൃദാളി പത്രിക ധ്വനി പ്രതിധ്വാന ലസദ്രുമാകുലം. ശ്ലോകം 6. അത്ര ഭോക്തവ്യ അസ്മാഭിർ ദിവാരൂഢം ക്ഷുധാർത്തിതാഹ വത്സാ സമീപേ അപപീത്വാ
ചരന്തു ശനകൈസ്തൃണം. അത്ര ഭോക്തവ്യം അസ്മാഭിഃ ദിവാരൂഢം ക്ഷുതാർത്തിതാഃ വത്സാഃ സമീപേ അപഃ പീത്വാ ചരന്തു ശനകൈഃ തൃണം. അസ്മാഭി നമ്മളാൽ അത്ര ഇവിടെ ഭോക്തവ്യം ഭക്ഷണം കഴിക്കാൻ യോഗ്യമാകുന്നു. അപ്പൊ ഈ സ്ഥലം നമുക്ക് ഭക്ഷണം കഴിക്കാൻ യോഗ്യമാണ്. ദിവ പകൽ ആരൂഢം, ഇപ്പൊ സമയം ഉച്ചയായി. ക്ഷുതാർത്തിത വിശന്ന് നമ്മൾ നന്നേ തളർന്നു. അകാസുരന്റെ വായിലൊക്കെ കയറി കുറെ സമയമൊക്കെ അങ്ങ് പോയി. വത്സ പശുക്കുട്ടികൾ സമീപെ അടുത്ത്, അപ ജലം, പീത്വ കുടിച്ചിട്ട്, ശനകൈഹി മെല്ലെ തൃണം പുല്ല്, ചരന്തു ഭക്ഷിക്കട്ടെ. അപ്പൊ പശുക്കുട്ടികൾ ഇവിടെ നിന്ന് പുല്ല് ഭക്ഷിച്ച് വെള്ളവും കുടിച്ച് പുല്ലും ഭക്ഷിച്ച് നടക്കട്ടെ, നമുക്കിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അത്ര ഭോക്തവ്യമസ്മാഭിർ ദിവാരൂഢം ക്ഷുതാർത്തിതാഃ വത്സ സമീപേവ പീത്വാ ചരന്തു ശനകൈസ്തൃണം. ശ്ലോകം 7. തഥേതി പായയിത്വാർഭ വത്സാനാരുദ്ധ്യ ശാദ്വലേ മുക്ത്വാ ശിഖ്യാനി ബുഭുജു സമം ഭഗവതാ മുദാ. തഥാ ഇതി പായയിത്വാ അർഭ വത്സാൻ ആരുദ്ധ്യ ശാദ്വലേ മുക്താ ശിഖ്യാനി ബുഭുജു സമം ഭഗവതാ മുദാ. തഥാ ഇതി അപ്രകാരമാകട്ടെ. അപ്പൊ ഗോപന്മാർ പറഞ്ഞു, ശരി, നമുക്കിവിടെ നിന്ന് തന്നെ ആഹാരം കഴിക്കാം. അർഭക കുട്ടികൾ, വത്സാൻ പശുക്കുട്ടികളെ, പായയിത്വ വെള്ളം കുടിപ്പിച്ചിട്ട്, ശാദ്വലെ പച്ചപ്പുല്ലുള്ള സ്ഥലത്തിൽ, ആരുദ്ധ്യ നിർത്തിയിട്ട്, അപ്പൊ പശുക്കൾക്ക് യമുനാതീരത്തിൽ ചെന്ന് വെള്ളമൊക്കെ കുടിപ്പിച്ചിട്ട് അവരെ പുല്ലുള്ള സ്ഥലത്ത് നിർത്തിയിട്ട്, ശിഖ്യാനി ഉറികളെ, മുക്ത്വ അഴിച്ചിട്ട്, അപ്പൊ അവര് ഉറികളും കൊമ്പും കുഴലും ഒക്കെ തൂക്കി വന്നെന്ന് പറഞ്ഞു അല്ലെ, പാത്രങ്ങളൊക്കെ ഉറികളിൽ തൂക്കി കൊണ്ടുവന്നെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സഞ്ചികളിൽ തൂക്കി. അപ്പൊ അതൊക്കെ എടുത്ത് അഴിച്ച് മുത സന്തോഷത്തോടുകൂടി ഭഗവതാസമം ഭഗവാനോടുകൂടി ഉപുജു ഭക്ഷിച്ചു. അപ്പൊ അവര് ഭഗവാനോടുകൂടി ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുകയാണ്. അതായത് അവര് നേരത്തെ ഉറികൾ മരക്കൊമ്പിലൊക്കെ തൂക്കിയിട്ടിരുന്നു, അതിനൊക്കെ ചെന്ന് എടുത്തു ഭഗവാനോടുകൂടി ഇരുന്ന് സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിക്കുകയാണ്. തഥേതി പായയിത്വാർഭ വത്സാനാരുദ്ധ്യ ശാദ്വലേ മുക്ത്വാ ശിഖ്യാനി ബുഭുജു സമം ഭഗവതാ മുദാ. ശ്ലോകം 8. കൃഷ്ണസ്യ വിശ്വ പുരുരാജിമണ്ഡലൈർ അഭ്യാനനാ ഭുല്ലദൃശോ പ്രജാൽ അർഭക സഹോപവിഷ്ടാ വിപിനെ വിരേജു ഛദാ യഥാംഭോരുഹ കർണികായ. കൃഷ്ണസ്യ വിശ്വ പുരുരാജിമണ്ഡലൈഃ അഭ്യാനനാ പുല്ലദൃശഃ പ്രജാ അർഭകാഃ സഹ ഉപവിഷ്ടാ വിപിനെ വിരേജു ഛദാ യഥാ അംബോരുഹ കർണികായാഃ. കൃഷ്ണസ്യ കൃഷ്ണന്റെ വിശ്വം 4 ഭാഗത്തും പുരുരാജിമണ്ഡലൈഹി നീണ്ട നിരകളായിട്ട് ചുറ്റും, കൃഷ്ണന്റെ ചുറ്റും അവരിരുന്നത് കൃഷ്ണന്റെ ചുറ്റുമായിട്ടാണ്. അഭ്യാനന മുഖത്തോട് മുഖം നോക്കി, കൃഷ്ണന്റെ മുഖത്ത് തന്നെ എല്ലാ പേർക്കും കൃഷ്ണന്റെ മുഖം കാണണമെന്ന് നോക്കി അവരിയ്ക്കുകയാണ്. ഫുല്ലദൃശ വികസിച്ച കണ്ണുകളോടുകൂടിയവരായി, സഹോപവിഷ്ട ഒരുമിച്ചിരിക്കുന്നവരായ, വ്രജാർഭക വ്രജത്തിലെ ആ ഗോപകുട്ടികൾ, അംബോരുഹ കർണികായ താമര കേസരത്തിന്റെ ചുറ്റും, താമരയുടെ നടുക്ക് അതിന്റെ കേസരം ഉണ്ടല്ലോ, അതിന് ചുറ്റും ഛദായത നടുക്കുള്ള കേസരത്തിന് ചുറ്റും ദളങ്ങൾ എങ്ങനെ ഇരിക്കുവോ വട്ടത്തില്, അതുപോലെ വിപിനെ കാട്ടിൽ വിരയിച്ചു നന്നായി ശോഭിച്ചു. ഭഗവാൻ നടുക്കും, കുട്ടികൾ ചുറ്റും, എല്ലാ പേർക്കും
ഭഗവാന്റെ മുഖം കാണണം. അപ്പൊ ചുറ്റുമിരുന്നാൽ ഭഗവാന്റെ മുഖം എങ്ങനെ കാണുമെന്നാണ്. അപ്പൊ ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? സർവത പാണിപാദം തത് സർവതോക്ഷിമുഖോ ശിര. ഭഗവാന്റെ ചുറ്റും സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദം എന്നാണ്. അപ്പോ ഭഗവാന് ആയിരക്കണക്കിന് മുഖങ്ങളും ആയിരക്കണക്കിന് പാദങ്ങളും ആയിരക്കണക്കിന് കൈകളും ഒക്കെ ഉള്ള ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? എല്ലാവർക്കും കാണാൻ വേണ്ടി എല്ലായിടത്തേക്കും മുഖങ്ങൾ ഉള്ളവനായി. എന്നാൽ എല്ലാവർക്കും ഒരു കൃഷ്ണൻ എന്നേ തോന്നുകയുള്ളൂ. പക്ഷെ എല്ലാവർക്കും മുഖം കാണാൻ വേണ്ടി അങ്ങനെ മുഖം കാണിച്ചു കൊടുത്തു. ഭഗവാന്റെ കടാക്ഷം എല്ലാ പേരിലും എത്താൻ തക്കവണ്ണം ഭഗവാൻ ഇരുന്നു. ഭഗവാന്റെ മുഖം കാണാൻ തക്കവണ്ണം അവരും ഇരുന്നു. ആഹാരം കഴിക്കാൻ വേണ്ടി അവർ ഇരിക്കുകയാണ്. കൃഷ്ണസ്യ വിശ്വപുരുരാജി മണ്ഡലൈ അഭ്യാനനാഭുല്ലദൃശോ വൃജാർഭക സഹോപവിഷ്ട വിപിനെ വിരേജോ ചതായ താംബോരുക കർണികായ. ശ്ലോകം 9. കേചിത് പുഷ്പദളൈ കേചിത് പല്ലവൈരങ്കുരൈ ഫലൈ ശിഖ്ഭീസ്ത്വക്ഭി ദൃഷദ്ഭിശ്ച ബുഭുജോ കൃതഭാജനാഃ. പദച്ഛേദം. കേചിത് പുഷ്പൈഃ ദളൈഃ പുഷ്പൈർദളൈഃ കേചിത് പല്ലവൈഃ അങ്കുരൈഃ ഫലൈഃ ശിഖ്ഭിഃ ത്വക്ഭിഃ ദൃഷദ്ഭിഃ ച ബുഭുജുഃ കൃതഭാജനാഃ. അപ്പോൾ ഊണ് കഴിക്കാൻ എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. ഓരോരുത്തർ ഓരോ സാധനം കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളിൽ വിളമ്പി ഉണ്ണുന്നതാണ് പറയുന്നത്. ഏതൊക്കെയാണ് പാത്രമായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ്. കേജിത് ചിലരാണെങ്കിലോ പുഷ്പൈ പൂക്കൾ കൊണ്ട് ഉള്ള പാത്രം, ചിലരോ കേജിത് മറ്റു ചിലർ ദളൈ ദളം വലിയ ഇലകൾ, കാട്ടിലൊക്കെ വലിയ പൂക്കളും വലിയ ഇലകളൊക്കെ കാണും. അപ്പം അങ്ങനെ വലിയ പൂക്കൾ കൊണ്ടോ അല്ലെങ്കിൽ ഇലകൾ കൊണ്ടുള്ള, അതോ പല്ലവൈ തളിരുകൾ കൊണ്ട്, അങ്കുരൈ കുരുന്നുകൾ കൊണ്ട്, ഫലൈഹി കായ്കൾ കൊണ്ട്, ശിഖ്ഭിഹി ഉറിയിലെ പാത്രങ്ങൾ കൊണ്ട്, ത്വക്ഭിഹി മരത്തോലുകൾ കൊണ്ട്, ദൃഷദ്ഭിഹി കല്ലുകൾ കൊണ്ട്, അതായത് പരന്ന താലം പോലെ ഇരിക്കുന്ന കല്ലുകളുണ്ട്. അപ്പം ആ കല്ലിൻ്റെ പുറത്ത് വെച്ച് കൃതഭാജന അങ്ങനെ ഉണ്ടാക്കപ്പെട്ട പാത്രങ്ങളോടുകൂടി ബുഭുജു ഭക്ഷിച്ചു. അപ്പോൾ പലതരത്തിലുള്ള പാത്രം. അപ്പോൾ അവിടെ കിട്ടാവുന്ന ചിലർ ഉറിയിൽ കൊണ്ടുവന്ന പാത്രത്തിൽ തന്നെ ചിലർ കല്ല് നിരന്ന പാത്രം പോലെ പരന്ന കല്ലുണ്ട്. അതിൽ ചിലർ ഇലകളെടുത്ത്, ചിലർ ആ പൂക്കൾ വലിയ ഇല ദളമുള്ള പൂക്കളുണ്ട്. അപ്പം അങ്ങനെ പൂക്കളിൽ പിന്നെ പല്ലവങ്ങൾ തളിരിലകൾ ഇങ്ങനെയൊക്കെ എടുത്തു വെച്ച് അവർ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുകയാണ്. ശ്ലോകം 9. കേജിത് പുഷ്പൈർദളൈ കേജിത് പല്ലവൈരങ്കുരൈ ഫലൈഃ ശിഖ്ഭി ത്വക്ഭി ദൃഷദ്ഭിശ്ച ബുഭുജോ കൃതഭാജനാഃ. ശ്ലോകം 10. സർവേ മിഥോ ദർശയന്ത സ്വസ്വസ്ഫോജ്യ രുചിം പൃഥക് ഹസന്തോ ഹാസയന്ത ചാപ്യ വജഹ്രു സഹേശ്വരാഃ. സർവേ മിഥഃ ദർശയന്തഃ സ്വസ്വഭോജ്യ രുചിം പൃഥക് ഹസന്തഃ ഹാസയന്തഃ ച അഭ്യ വജഹ്രുഹു സഹ ഈശ്വരാഃ. സഹ ഈശ്വര, അതാണ് സഹേശ്വരാഃ. സർവേ എല്ലാവരും, എല്ലാ ഗോപകുട്ടികളും മിഥ അന്യോന്യം ഭോജ്യരുചി അവരവർ കൊണ്ടുവന്ന ഭക്ഷണങ്ങളുടെ രുചിയെപ്പറ്റി സംസാരിക്കുകയാണ്. പൃഥക് വെവ്വേറെ ദർശയന്ത കാണിക്കും. അപ്പോൾ ഓരോരുത്തരും കൊണ്ട് കാണിക്കും, വാ ഇതാ എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞ് ഓരോരുത്തരും അന്യോന്യം അവരവരുടെ ഭക്ഷണം എടുത്ത് കാണിക്കും. എന്നിട്ട് രുചി, ഇത് ഭയങ്കര രുചിയാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഹസന്തി ചിരിക്കും. എൻ്റെ അമ്മയുടെ വെപ്പാണ് ഏറ്റവും നല്ലത്, നിങ്ങളുടെ അമ്മ വെച്ചത് അത്ര കൊള്ളൂല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ചിരിക്കും. സഹേശ്വര ആരോടുകൂടിയാണ്? ഈശ്വരനോട് കൂടിയവരായിട്ട് അഭ്യ വജഹ്രു ഭക്ഷിച്ചു.
ഭഗവാനോടുകൂടിയാണ് അവരിരുന്ന് ഭക്ഷിക്കുന്നത്. അവർക്കതറിയില്ല ഇതാരാണെന്ന്. തങ്ങളുടെ കൂടെയുള്ള ഒരു കുട്ടിയാണെന്നേ അവർക്കറിയാവൂ. അപ്പൊ അവര് പല കളികളും തമാശകളും പറഞ്ഞ് ഭഗവാനോടുകൂടി നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. സർവേ മിതോ ദർശയന്ത സുസ്വസ്ഫോജ്യരുചിം പൃഥക് ഹസന്തോഹാസയന്ത ചാപ്യാവജഹ്രു സഹേശ്വരാഹ. ശ്ലോകം 11 പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഇത് ധ്യാന ശ്ലോകമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ശ്ലോകമാണ്. ബിഭ്രദ്വേണും ജഡരപടയോ ശൃംഗവേത്രേ ച കക്ഷേ വാമേ പാണോ മസൃണകബളം തത്ഫലാന്യങ്കുലീഷു തിഷ്ടന്മധ്യേ സ്വപരിസുഹൃദോ ഹാസയൻ നർമ്മഭി സ്വൈ സ്വർഗേ ലോകേ മിഷതി വിഭുജേ യജ്ഞഭുക്ബാലകേളീ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ബിഭ്രത് വേണും ജഡര പഠയോഹോ ശൃംഗവേത്രേ ശൃംഗവേത്രേ ച കക്ഷേ വാമേ പാണൗ മസൃണ കബളം തത് ഫലാനി അങ്കുലീഷു തിഷ്ടത് മധ്യേ സ്വപരി സുഹൃദഃ ഹാസയൻ നർമ്മഭിഃ സ്വൈഃ സ്വർഗേ ലോകേ മിഷതി ബുഭുജേ യജ്ഞഭു ബാലകേളീഃ. ഒന്നുകൂടെ വായിക്കാം. പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ബിഭ്രദ്വേണും ജഡരപടയോ ശൃംഗവേത്രേ ച കക്ഷേ വാമേ പാണോ മസൃണകബളം തത്ഫലാന്യങ്കുലീഷു തിഷ്ടന്മധ്യേ സ്വപരിസുഹൃദോ ഹാസയൻ നർമ്മഭി സ്വൈ സ്വർഗേ ലോകേ മിഷതി ബുഭുജേ യജ്ഞഭുക്ബാലകേളീ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. അപ്പൊ ഭക്തന്മാർക്ക് ധ്യാനിക്കാൻ വേണ്ടി വനഭോജന സമയത്തുള്ള ആ ഭഗവാന്റെ രൂപത്തെയാണ്. അത് ആ രൂപം ധ്യാന സമയത്ത് നമുക്ക് വേണമെങ്കിൽ മനസ്സിൽ ഉറപ്പിക്കാവുന്ന രൂപമാണ്. ആ 4 കൈയുള്ള ആ ഭഗവാന്റെ രൂപം പോലെ തന്നെയാണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ആ ഭഗവാന്റെ രൂപവും ധ്യാനിക്കാൻ പാകത്തിനുള്ളതാണ്. അത് നല്ലവണ്ണം വേദവ്യാസൻ ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? യജ്ഞഭോഗ്, യജ്ഞഭാഗത്തെ ഭുജിക്കുന്നവനാണ്. നമ്മൾ ഒരു യജ്ഞം നടത്തുമ്പോൾ അതിന്റെ ഭാഗം കിട്ടുന്നത് ആർക്കാണ്? ഭഗവാനാണ്. ആ ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത്. എന്താണ്? ബാലകേളി, കുട്ടിക്കളിയോട് കൂടിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? ആ യജ്ഞങ്ങളെ സ്വീകരിക്കുന്ന, യജ്ഞത്തിന്റെ ഭാഗത്തെ സ്വീകരിക്കുന്ന ആ സർവലോകേശ്വരൻ, എല്ലാത്തിന്റെയും നേതാവായ ആ ഭഗവാൻ ഇവിടെ കുട്ടിക്കളികളോടുകൂടിയവനായിട്ട് ജഠര പടയോ, വയറ്റിൽ ധരിച്ചിരിക്കുന്ന 2 വസ്ത്രങ്ങൾ. അപ്പൊ ഭഗവാൻ ആദ്യം വയറ്റില് ഒന്ന് ഉടുത്തിട്ടുണ്ട്, അതിന്റെ മീതെ എന്ത് ചെയ്യണേ? വേറെ ഒരു വസ്ത്രവും കൂടെ ചുറ്റിയിട്ടുണ്ട്, അരയില് വേറെ ഒന്നുകൂടെ ചുറ്റിയിട്ടുണ്ട്. ഒരു വസ്ത്രം ഉടുത്തു, അത് സാധാരണ ഉടുക്കുന്നതാണ്. മറ്റൊരു വസ്ത്രം എടുത്ത് അരയിൽ കെട്ടിയിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജഠര പടയോഹോ, വയറ്റിൽ ധരിച്ചിരിക്കുന്ന 2 വസ്ത്രങ്ങൾ. അതിലെന്താണ്? വേണും, ഓടക്കുഴലിനെയും കുത്തിവെച്ചിട്ടുണ്ട്. വാമേ കക്ഷേ, അപ്പം അതില് 2 വസ്ത്രങ്ങൾ ഓടക്കുഴൽ തിരികിയിട്ടുണ്ട്. വാമേ കക്ഷേ, ഇടതേ കക്ഷത്തിലോ ശൃംഗവേത്രേ, കൊമ്പിനെയും കുഴലിനെയും. കൊമ്പിനെയും കോല്, വേത്ര എന്ന് വെച്ചാൽ വടി എന്നാണ്. പശുക്കളൊക്കെ അടിക്കാൻ കൊണ്ടുപോകില്ലേ, വടി, അതാണ്. ശൃംഗം എന്ന് വെച്ചാൽ കൊമ്പ്, അതായത് വാദ്യ മുഴക്കുന്ന ഒരു ശബ്ദം കേൾപ്പിക്കുന്ന ഒരു ഉപകരണമാണ് കൊമ്പ്. ഇത് ഓടക്കുഴൽ പോലെ ഉള്ള ഒരു ഉപകരണം തന്നെയാണ്. പാണോ, കയ്യിലാണെങ്കിൽ എന്താണ്? മസൃണ കബള, ചോറുരുള, തൈരൊക്കെ കൂട്ടിച്ചേർത്ത ചോറ്, തൈര് കൂട്ടിയ കുഴച്ച ചോറ് എടുത്തിരിക്കുകയാണ്. എന്നിട്ടോ അങ്കുലീഷു, വിരലുകളിലാണോ തത് ഫലാനി, അതിന് ഉചിതമായ സാധനങ്ങൾ. അപ്പോ ചോറ് കൂടെ തിന്നാനുള്ള ഉപ്പിലിട്ടത്, പിന്നെ ഉപ്പേരി,
ഇതിനെയൊക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്? വിരലുകളുടെ ഇടയിൽ വെച്ചൊക്കെയാണ്. കയ്യിൽ ഉരുളയും ഒരു ഉരുള കടിക്കുമ്പോൾ എന്ത് ചെയ്യും? വിരലിന്റെ ഇടയിൽ നിന്ന് ഉപ്പേരിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉപ്പിലിട്ടതോ ഒക്കെ കടിക്കും. അങ്ങനെ അതെടുത്ത് വെച്ചിരിക്കുകയാണ്. ബിഭ്രത് വഹിച്ചുകൊണ്ട് മധ്യേ നടുവിൽ തിഷ്ടാൻ ഇരിക്കുന്നവനായിട്ട് കുട്ടികളുടെ നടുവിൽ ഇരിക്കുകയാണ്. സ്വയ് നർമ്മഭി തന്റെ നേരം പോക്കുകൾ, എന്നിട്ട് ഓരോ നേരം പോക്കുകൾ പറയും. സ്വപരി സുഹൃത നേരം പോക്കുകൾ കൊണ്ട് തന്റെ 4 ഭാഗത്തുള്ള സ്നേഹിതന്മാരെ ഹാസയൻ ചിരിപ്പിച്ചുകൊണ്ട് സ്വർഗേലോകെ സ്വർഗത്തിലുള്ള ജനങ്ങൾ, അതായത് ദേവന്മാർ മിഷതി നോക്കി നിൽക്കുമ്പോൾ ബുഭുജെ ഭക്ഷിച്ചു. അപ്പോൾ ഭഗവാന്റെ ആ വേഷം എങ്ങനെയാണ്? ഇടത്തെ കയ്യിൽ തൈർ കുഴച്ച മൃദുവായ ചോറുരുള, കൈവിരലുകളുടെ ഇടയിലോ അതിന് കൂട്ടി ഉണ്ണാൻ വേണ്ടിയുള്ള ഉപ്പേരി, ഉപ്പിലിട്ടത് മുതലായ പദാർത്ഥം കോർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടത്തെ കൈയിലാണ് ഇതെടുത്തെങ്കിൽ അപ്പോൾ വലത്തെ കൈ കൊണ്ടാണ് എടുത്ത് ഭക്ഷിക്കുന്നത്. ഇടത്തെ കൈയിൽ ഇത് ഉരുട്ടി വെച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ഭക്ഷിക്കും. എന്നിട്ട് സ്നേഹിതന്മാരുടെ ഇടയിൽ നിന്ന് അവരെ ചിരിപ്പിച്ചൊക്കെ കൊണ്ട് അങ്ങനെ ദേവന്മാർ നോക്കി നിൽക്കെ യജ്ഞമുഖായ ഭഗവാൻ ഭക്ഷിക്കുകയാണ്. ആ സമയം നേരത്തെ പറഞ്ഞു മുണ്ടങ്ങനെയാണ്, ഒരു മുണ്ടെടുത്ത് അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ചുറ്റിയിട്ടുണ്ട്. അതിലാണ് ആ ഓടക്കുഴലും കൊമ്പും ചൂരലുമെല്ലാം കോർത്തു വച്ചിരിക്കുന്നത്. ആ ഭഗവാന്റെ ആ രൂപം, ആ ചതുർഭുജ ഭഗവാന്റെ പോലെ രൂപം പോലെ തന്നെയാണ് ഈ വനത്തിൽ വെച്ച് വനഭോജനം എന്ന് പറയുന്നതിന്, വനഭോജനം കഴിക്കുന്ന ആ ഭഗവാന്റെ രൂപം. അപ്പൊ ധ്യാനിക്കാൻ കണക്കിനുള്ള ഒരു ശ്ലോകമാണ് ഇത്. ബിഭ്രദ്വേണും ജഡരപടയോ ശൃംഗവേത്രേ ച കക്ഷേ വാമേ പാണോ മസൃണകപളം തത്ഫലാന്യങ്കുലീഷു തിഷ്ടന്മത്യേ സ്വപരിസുഹൃദോ ഹാസയൻ നർമ്മഭി സ്വൈ സ്വർഗേ ലോകേ മിഷതി ബുഭുജേ യജ്ഞബുബാലകേളീ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്ലോകം 12. ഭാരദൈവം വത്സവേഷു പുഞ്ചാന്യേഷു അച്യുതാത്മസോ വത്സാസ്ത്വന്തർവനേ ദൂരം വിവിശുസ്തൃണ ലോഭിതാഃ. ഭാരത ഏവം വത്സവേഷു ഭുഞ്ചാന്യേഷു അച്യുതാത്മസു വത്സാഹ തു അന്തർവനെ, അതാണ് വത്സാസ്തു അന്തർവനെ, വത്സാഹ തു അന്തർവനെ ദൂരം വിവിശുഹു തൃണ ലോഭിതാഹ. ഭാരത, ഹേ ഭാരത കുലോൽപ്പന്ന, ഭാരത കുലത്തിൽ ജനിച്ചവനെ അല്ലെങ്കിൽ ഭാരതത്തിൽ ജനിച്ചവനെ, ഭാരതത്തിലെ ശ്രേഷ്ഠ, ഏവം ഇപ്രകാരം അച്യുതാത്മസു അച്യുതനിൽ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയ വത്സവേഷു പശുക്കളെ പാലിക്കുന്ന ഗോപബാലന്മാർ പുഞ്ചാനേഷു ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൃണലോഭിതാഹ പുല്ലുകളിലുള്ള ആഗ്രഹത്തോടുകൂടിയ വത്സാഹാത്തു പശുക്കുട്ടികളാവട്ടെ അന്തർവനെ കാട്ടിന്റെ നടുവിലേക്ക് ദൂരം കുറച്ചു ദൂരം വിവശു പ്രവേശിച്ചു. കാട്ടിനുള്ളിലേക്ക് അവർ പ്രവേശിച്ചു. ഇവർ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പശുക്കുട്ടികൾ എന്ത് ചെയ്തു? പുല്ല് തിന്ന് അന്തർ വനത്തിലേക്ക് പ്രവേശിച്ചു, കാട്ടിന്റെ നടുവിലേക്ക് പ്രവേശിച്ചു. ഭാരദൈവം വത്സവേഷു കുഞ്ചാനേഷു അച്യുതാത്മസു വത്സാസ്തു അന്തർവനേ ദൂരം വിവിശുസ്തൃണലോഭിതാഃ. ശ്ലോകം 13. താൻ ദൃഷ്ട്വാ ഭയസന്ത്രസ്താൻ ഊജേ കൃഷ്ണോസ്യ ഭീഭയം മിത്രാണ്യാശാത് മാ വിരമദേഹ ആനേഷ്യേ വത്സഹാനകം. താൻ ദൃഷ്ട്വാ ഭയസന്ത്രസ്താൻ ഊജേ കൃഷ്ണഃ അസ്യ ഭീഭയം മിത്രാണി
ആശാദ് മാ വിരമതേ ഈഹ വിരമത ഈഹ വിരമത ഇഹ വിരമത ഇഹ ആന്യേഷേ ആനേഷ്യേ ആനേഷ്യേ വത്സകാൻ അഹം അസ്യ ഇതിന്റെ ഭീഭയം ഭയത്തിനും ഭയരൂപനായിരിക്കുന്ന കൃഷ്ണന്റെ അപ്പൊ ഭയത്തിന്റെയും അന്തകന്റെയും അന്തകനാണ് കൃഷ്ണൻ. അപ്പൊ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അന്തകനും ഭയപ്പെടാൻ യോഗ്യനായവനാണ് കൃഷ്ണൻ. അതാണ് അസ്യ ഇതിന്റെ ഭീഭയം ഭയത്തിനും ഭയരൂപമായിരിക്കുന്ന അന്തകന് യമനും ഭയമായിരിക്കുന്ന കൃഷ്ണൻ ഭയസ്തന്ത്രസ്ഥാൻ പേടിച്ചു വിറച്ചവരായ താൻ അവരെ. പശുക്കൾ ദൂരെ പോയപ്പോൾ ഗോപകുട്ടികൾ പേടിച്ചു വിറച്ചുപോയി. ഈ പശുക്കുട്ടികളെ ഇനി എവിടെ ചെന്ന് അന്വേഷിക്കും, എങ്ങനെ ഈ പശുക്കുട്ടികളെ വീട്ടിലെത്തിക്കും എന്നവർ പേടിച്ചപ്പോൾ ദൃഷ്ട കണ്ടിട്ട് കൃഷ്ണൻ ഊചയെ പറഞ്ഞു, മിത്രാണി ഹേ മിത്രങ്ങളെ, കൂട്ടുകാരെ, ആശ ഭക്ഷണത്തിൽ നിന്ന് മാ വിരമത, നിങ്ങൾ വിരമിക്കേണ്ട, നിങ്ങൾ ഭക്ഷണം ഉപേക്ഷിക്കേണ്ട. അഹം ഞാൻ വത്സകാൻ കുട്ടികളെ ഇഹ ഇവിടെ ആനേഷ്യയെ കൊണ്ടുവരാം, ഞാൻ ചെന്ന് അന്വേഷിച്ച് പശുക്കുട്ടികളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാം, നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ പോകണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ആരാണ്? അന്തകനും അന്തകനാണ്. അന്തകൻ പോലും ഭയപ്പെടുന്നത്. ഇതിൽ ഇങ്ങനെ ഉപനിഷത്തുകൾ പറയും, ഭീഷാസ്മാദ്വാദപവദേ ഭീഷോദേതി സൂര്യഃ വർഷതീന്ദ്രോ ദഹതി അഗ്നിർ മൃത്യുർത്ഥാവതി പഞ്ചമാം. അതായത് വായു വീശുന്നതും സൂര്യൻ ഉദിക്കുന്നതും ഇന്ദ്രൻ വർഷിക്കുന്നതും അഗ്നി ദഹിപ്പിക്കുന്നതും മൃത്യു സംഹരിക്കുന്നതും എല്ലാം ആരെ പേടിച്ചിട്ടാണ്? ഇവയെല്ലാം തെറ്റാതെ നടത്തുന്നത് ഈ ഭഗവാനെ പേടിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ഭയം എന്ന് ഇവിടെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല, അപ്പൊ ഞാൻ കൊണ്ടുവരാം, നിങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുകയാണ്. താൻ ദൃഷ്ട്വാ ഭയസന്ത്രസ്ത താനുജേ കൃഷ്ണോസ്യ ഭീഭയം മിത്രാണ്യാശാന്മാ വിരമദേഹ ആനേഷേ വത്സകാനകം. ശ്ലോകം 14. ഇത്യുക്താദ്രിദരീ കുഞ്ച ഗഹ്വരേഷു ആത്മവത്സകാൻ വിജിന്വൻ ഭഗവാൻ കൃഷ്ണ സപാണി കബളോയയോ. ഇതി ഉക്ത്വാ അദ്രി ദരീ കുഞ്ച ഗഹ്വരേഷു ആത്മവത്സകാൻ വിജിന്വൻ ഭഗവാൻ കൃഷ്ണ സപാണി കബളഹ യയൗ. ഇത് ഇപ്രകാരം ഉക്ത്വാ പറഞ്ഞിട്ട് ഭഗവാൻ കൃഷ്ണൻ ആത്മവത്സകാൻ തന്റെ പശുക്കുട്ടികളെ അന്വേഷിക്കുകയാണ്. എവിടെയാണ്? അദ്രി പർവ്വതങ്ങൾ, ദരി ഗുഹകൾ, കുഞ്ച ഗഹ്വരേഷു കുഞ്ച വള്ളിക്കുടിലുകൾ, ഗഹ്വരേഷു മറ്റു ദുർഘട സ്ഥാനങ്ങൾ എന്നീ പ്രദേശങ്ങളിൽ വിജുന്നൻ തിരയുന്നവനായിട്ട് സ്വപാണി കബള കയ്യിൽ ചോറുരുളയോട് കൂടിയവനായിട്ട് യാനം ചെയ്തു. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇടത്തെ കയ്യിൽ ചോറുരുള ഇരിക്കുകയാണ്. ആ ഉരുളയും കൊണ്ട് ഭഗവാൻ പശുക്കുട്ടികളെ അന്വേഷിച്ച് പർവ്വതങ്ങള്, ഗുഹകള്, വള്ളിക്കുടിലുകള്, ഘോരവനങ്ങൾ എല്ലാം പ്രവേശിക്കുകയാണ്. അപ്പോ പശുക്കുട്ടികളെ തിരയുന്നു എന്ന് ഭാവിക്കുകയാണ്, ബ്രഹ്മാവിനെ മോഹിപ്പിക്കുകയാണ്. ഭഗവാൻ വേണമെങ്കിൽ ബ്രഹ്മാവ് മറച്ച പശുക്കുട്ടികളെ കൊണ്ടുവരാം, ഭഗവാൻ അറിയാം ബ്രഹ്മാവാണ് ചെയ്തതെന്ന്. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു? അന്വേഷിക്കുന്നത് പോലെ ഇങ്ങനെ നടക്കുകയാണ്. ഇത്യുക്താതിരിതരീ കുഞ്ച ഗഹ്വരേഷാത്മവത്സകാൻ വിജിന്വാൻ ഭഗവാൻ കൃഷ്ണ സപാണി കബളോയയോ. ശ്ലോകം 15. അംഭോ ജന്മജനീ തദന്തരഗതോ
മായാർഭകേസ്യ ഈശതോർ ദ്രഷ്ടും മഞ്ജുമഹിത്വം അന്യദപി തത് വത്സാനിതോ വത്സപാൻ നീത്വാന്യത്ര കുരുദഹ അന്തരദധാത് ഖേ അവസ്ഥിതോ യാ പുരാ ദൃഷ്ട്വാ അഹാസുരമോക്ഷണം പ്രഭവത് പ്രാപ്ത പരം വിസ്മയം. അംഭോ ജന്മജനി തത് അന്തരഗതഃ മായാ അർഭകസ്യ ഈശതുർ ദ്രഷ്ടും മഞ്ജുമഹിത്വം അന്യത് അപി തത് വത്സാൻ ഇതഃ വത്സപാൻ നീത്വാ അന്യത്ര കുരുദഹ അന്തരദധാത് ഖേ അവസ്ഥിതഃ യഹ പുരാ ദൃഷ്ട്വാ അഘാസുരമോക്ഷണം പ്രഭവതഃ പ്രാപ്തഃ പരം വിസ്മയം. യഹ യാതൊരുവൻ പുരാ മുമ്പ് ഖേ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നവനായിട്ട് പ്രഭവതഃ സർവസമർത്ഥനായിരിക്കുന്ന കൃഷ്ണന്റെ, അതായത് ഇത് യാതൊരുവൻ എന്ന് പറയുന്നത് ബ്രഹ്മാവിനെയാണ്. ബ്രഹ്മാവ് ആകാശത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടതാണ്. എന്താണ്? അഘാസുര മോക്ഷത്തെ ദൃഷ്ട്വ കണ്ടിട്ട് പരം വിസ്മയ അത്താശ്ചര്യത്തെ പ്രാപിച്ചു. ആരാണോ, അതായത് ബ്രഹ്മാവ് നേരത്തെ അഘാസുര മോക്ഷം ഭഗവാൻ അഘാസുരന് കൊടുത്തപ്പോൾ ഇതെല്ലാം കണ്ട് അതിശയിച്ച് നിൽക്കുകയായിരുന്നു. കുരുദ്വഹ, അല്ലയോ കുരുശ്രേഷ്ഠ പരീക്ഷിത്തെ, അംഭോജന്മജനി, ആ താമരയിൽ നിന്നും ജനിച്ച ആ ബ്രഹ്മാവ് തദന്തരഗത, ആ അവസരത്തെ പ്രാപിച്ചിട്ട് മായാർഭകസ്യ, സ്വശക്തിയാൽ ബാലനായിരിക്കുന്ന ഈശ്വരന്റെ അന്യമായിരിക്കുന്ന മഞ്ജുമഹത്വം, മനോഹര മാഹാത്മ്യത്തെ ദ്രഷ്ടും കാണാനായിക്കൊണ്ട് തത് വത്സാൻ, അവന്റെ പശുക്കുട്ടികളെയും വത്സപാൻ, പശുക്കുട്ടികളെ മേയ്ക്കുന്നവരെയും, അതായത് ഗോപകുട്ടികളെയും, ഇതഹ ഈ സ്ഥലത്തിൽ നിന്ന് അന്യത്ര മറ്റൊരു സ്ഥലത്തേക്ക് നീത്വ പ്രാപിപ്പിച്ചിട്ട് അന്തർധാനം ചെയ്തു. അപ്പൊ അഘാസുര മോക്ഷണമൊക്കെ കണ്ട് ഭഗവാൻ ഇത്രയൊക്കെ മഹത്വം ഉണ്ടോ, എന്നാ പിന്നെ ഇതും കൂടെ കാണട്ടെ, ഞാൻ ഈ പശുക്കുട്ടികളെയൊക്കെ മറച്ചാൽ ഭഗവാൻ എന്ത് ചെയ്യുമെന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് ഭഗവാനെ ഒന്ന് പരീക്ഷിച്ച് കളയാം, അല്ലെങ്കിൽ ഭഗവാന്റെ മാഹാത്മ്യത്തെ ഒന്നുകൂടി കണ്ടു കളയാം എന്ന് വിചാരിച്ച് ബ്രഹ്മാവ് എന്ത് ചെയ്തു? പശുക്കുട്ടികളെയും അതുപോലെ തന്നെ ഗോപക്കുട്ടികളെയും മറച്ചിട്ട് ബ്രഹ്മാവ് അവിടെ നിന്ന് അന്തർധാനം ചെയ്തു. അപ്പോ ഭഗവാൻ മായാശക്തിയാൽ മനുഷ്യനായി ജനിച്ചുവെങ്കിലും സാക്ഷാൽ ഈശ്വരനായിരിക്കുന്ന ഈ കൃഷ്ണൻ എന്തെല്ലാം മനോഹര വ്യാപാരങ്ങൾ നടത്താൻ ശക്തനാണെന്ന സംഗതി പ്രത്യക്ഷത്തിൽ കണ്ട് ആനന്ദിക്കാനായിരുന്നു ബ്രഹ്മാവിന്റെ വിചാരം. ഇതിപ്പോ ഇങ്ങനെ മറച്ചാൽ ഭഗവാൻ എന്ത് വേല ചെയ്യും, ആ ഭഗവാന്റെ മഹത്വം എന്താണ് എന്നറിയാൻ വേണ്ടി ബ്രഹ്മാവ് എന്ത് ചെയ്തു? ആ പശുക്കുട്ടികളെ അവിടെ നിന്നും ഗോപന്മാരെയും മറച്ചു. അംഭോജന്മജനി സ്തതന്തരഗതോ മായാർഭകസ്യ ഈശതോർ ദ്രഷ്ടും മഞ്ജുമഹിത്വമന്യദപി തദ്വത്സാനിതോ വത്സപാൻ നീത്വാന്യത്ര കുരുദഹ അന്തരദധാത് കേ അവസ്ഥിതോ യാ പുരാ ദൃഷ്ട്വാകാസുരമോക്ഷണം പ്രഭവത പ്രാപ്ത പരവിസ്മയം. അംഭോജന്മജനിസ്തദന്തരഗതോ മായാർഭകസ്യീശതോർ ദ്രഷ്ടും മഞ്ജുമഹിത്വമന്യദപി തദ്വത്സാൻ ഇതോ വത്സപാൻ നീത്വാന്യത്ര കുരുദഹ അന്തരദധാത് ഹേ അവസ്ഥിതോ യാ പുരാ ദൃഷ്ട്വാഘാസുരമോക്ഷണം പ്രഭവത പ്രാപ്ത പരവിസ്മയം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇനി ഇതിന്റെ ബാക്കി ഭാഗം ഭഗവാൻ എന്ത് ചെയ്തു എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.
ഗോവിന്ദ ഹരി ഗോവിന്ദ. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നുവെന്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാക്കണം, നിത്യനായ ചിത്രകാശ രൂപനെ വണങ്ങണം. കൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നില സദാ നമിച്ചിടുന്നു ഞാൻ, ആ പദാബ്ജം തന്നില സദാ നമിച്ചിടുന്നു ഞാൻ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.